സുഹൃത്ത് നാഗസൈരന്ധ്രി എന്ന പേര് ഒരു പ്രകോപനമാണ്, ഒപ്പം കൗതുകവും. സ്വന്തം പ്രഖ്യാപിത സന്യാസിനിയായ ഒരു യുവതി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയാകുന്നത് പതിവായി ഉപയോഗിക്കുന്ന രൂക്ഷമായ ഭാഷയും അതിലുപരി സ്വയം അവകാശപ്പെടുന്ന പലതരം സ്വത്വങ്ങളിലൂടെയാണ്. ഇവരുടെ വീഡിയോകൾക്ക് താഴെ പരിഹാസവും വിമർശനവും നിറയുമ്പോഴും മനഃപൂർവ്വം ഇവരെ പ്രകോപിപ്പിച്ച് പ്രതികരണങ്ങൾ ലൈവാക്കുന്നവരും ഏറെയാണ്. ഈ യുവതിയുടെ ഈ അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയെന്നതിനെ കുറിച്ച് പലരും ചിന്തിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ കുറിപ്പ് ഈ വ്യക്തിയുടെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചും നിലവിലെ അവസ്ഥയിലേക്ക് എത്തിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചിത്രം വരച്ചു കാട്ടുന്നു. ദിവ്യരാജൻ എന്നായിരുന്നു ഇവരുടെ യഥാർത്ഥ പേരെന്നും പഠിക്കാൻ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇവരെന്നും ശാസ്ത്രജ്ഞയാകാൻ കൊതിച്ച ഒരു വ്യക്തി ജീവിതത്തിൽ നേരിട്ട കഠിനമായ വെല്ലുവിളികൾക്കൊടുവിലാണ് ഇന്നത്തെ നാഗസൈരന്ധ്രിയായി മാറിയതെന്നുമാണ് പ്രചരിക്കുന്ന കുറിപ്പിന്റെ ഉള്ളടക്കം. പന്തളം NSS കോളേജിലെ വരാന്തകളിൽ പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് നടന്നിരുന്ന നാട്ടിന് പുറത്തുകാരിയായ സുന്ദരിയായിരുന്നു ദിവ്യരാജൻ എന്നാണ് പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. BA പൊളിറ്റിക്സ് ബിരുദധാരിയായ ഈ പെൺകുട്ടിക്ക് കണ്ണു നിറയെ സ്വപ്നങ്ങളായിരുന്നു. ശാസ്ത്രജ്ഞയാകാനും സിനിമയിൽ അഭിനയിക്കാനും ഒരു ചിത്രകാരിയാകാനും ശില്പിയാകാനും ഫാഷൻ ഡിസൈനർ ആകാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു മിടുക്കി. എന്നാൽ ജീവിതം അവൾക്കായി കാത്തുവെച്ചത് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. വിശപ്പിന്റെ വിളിക്ക് മുന്നിൽ തന്റെ ബിരുദ സർട്ടിഫിക്കറ്റുകളോ സ്വപ്നങ്ങൾക്കോ വിലയില്ലായിരുന്നുവെന്നും ജീവിക്കാനായി ഈ യുവതി പലതരം ജോലികളിൽ ഏർപ്പെട്ടു എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. കൊയ്ത്തുപാടത്തെ ചെളിയും കഠിനമായ വെയിലുമായി ആ വലിയ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുപോയെന്നും വക്കീൽ ഗുമസ്തയായും തയ്യൽക്കാരിയായും മെഴുകുതിരി തൊഴിലാളിയായും ചിത്രരചന അധ്യാപികയായും ബാല ആർട്ടിസ്റ്റായും രോഗികളെ ശുശ്രൂഷിച്ചുമൊക്കെ അവർ ഓടി നടന്നുവെന്നും പറയുന്നുണ്ട്. ഒടുവിൽ കടുത്ത ദാരിദ്ര്യവും ഒറ്റപ്പെടലും ചുറ്റുമുള്ളവരുടെ അവഗണനയും കൂടി ആ മനസ്സിന്റെ താളം തെറ്റിച്ചു. ഇതോടെ സമൂഹം അവരെ ഒരു കോമാളിയായി മുദ്രകുത്തി. താങ്ങാനാവാത്ത പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സഹിച്ചു എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷ നേടാനായി അവർ കണ്ടെത്തിയ ഒരു അഭയമാണ് ഇന്ന് സൈബർ ലോകം കാണുന്ന നാഗസൈരന്ധ്രി. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോ കണ്ട് ആളുകൾ ചിരിക്കുകയും ട്രോളുകയും ചെയ്യുമ്പോൾ ഈ വിചിത്രമായ വേഷത്തിനും സംസാരത്തിനും പിന്നിൽ ജീവിതത്തോട് പൊരുതി തോറ്റ വിധിയുടെ ക്രൂരതയേറ്റ് തകർന്നു പോയ ഒരു പെൺകുട്ടിയുടെ നിസ്സഹായമായ നിലവിളിയുണ്ടെന്നും ഇത് തമാശയല്ലെന്നും ഉള്ളുപൊള്ളിക്കുന്ന നോവാണെന്നും പറയപ്പെടുന്നു. ആളുകൾ ചിരിക്കുന്നത് ഒരു പാവം സ്ത്രീയുടെ വേദന കണ്ടിട്ടാണെന്നും ഇനിയെങ്കിലും ഇവരെ കാണുമ്പോൾ പരിഹസിക്കാതിരിക്കട്ടെ എന്നും തിരിച്ചു വരാൻ കൊതിക്കുന്ന ദിവ്യരാജൻ എന്ന ആ മിടുക്കി പെൺകുട്ടി ഇന്നും ആ കണ്ണുകളിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രചരിക്കുന്ന കുറിപ്പ് അവസാനിക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന ഈ കുറിപ്പിലെ കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നാഗസൈരന്ധ്രി തന്നെ മുമ്പ് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. മെയിൻ സ്ട്രീമർ ലൈറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ നടത്തിയത്. നാഗസൈരന്ധ്രി ദേവി എന്നും ആത്മാനന്ദ ദേവി എന്നുമുള്ള പേരുകൾ താൻ സ്വയം സ്വീകരിച്ചതാണെന്നും സൈരന്ധ്രി എന്ന പേര് അമ്മ കുട്ടിക്കാലത്ത് നൽകിയതാണെന്നും അവർ പറഞ്ഞു. മഹാഭാരതത്തിലെ സൈരന്ധ്രി എന്ന കഥാപാത്രത്തെ പോലെ തന്നെയാണ് താനെന്നും സൈരന്ധ്രിക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന് പറയുന്നത് പോലെ തനിക്കും ഒരുപാട് കാമുകന്മാരുണ്ടായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി. തനിക്ക് കുന്തിയെയും ഇഷ്ടമാണെന്നും കുന്തി ദേവിക്കും കുറെ ഭർത്താക്കന്മാരുണ്ടല്ലോ എന്നും അവർ സൂചിപ്പിച്ചു. എന്നാൽ മറ്റുള്ളവരെക്കാർ തനിക്ക് തന്നെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്നും നാഗസൈരന്ധ്രി പറഞ്ഞു. പന്തളം കോളേജിൽ BA പൊളിറ്റിക്സിനാണ് പഠിച്ചതെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്റെ തലയിൽ കയറുമായിരുന്നില്ലെന്നും മനഃശാസ്ത്രം പഠിക്കാനാണ് ആഗ്രഹമെന്നും അവർ കൂട്ടിച്ചേർത്തു. കുട്ടിക്കാലം മുതൽക്കേ ശാസ്ത്രജ്ഞയാകാൻ ആഗ്രഹിച്ചിരുന്നു. സിനിമ നടി, ചിത്രകാരി, ശില്പി, ഫാഷൻ ഡിസൈനർ, പൊതുപ്രവർത്തക എന്നിങ്ങനെ പലതുമാകാൻ തനിക്ക് മോഹമുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞയാകാൻ ആഗ്രഹിച്ച താൻ പിന്നീട് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി. മനുഷ്യന്റെ ഉള്ളിലാണ് ശാസ്ത്രം ഉടലെടുക്കുന്നതെന്നും തിരിച്ചറിഞ്ഞു. കോളേജ് കാലത്ത് താൻ ഒരു സ്റ്റാർ ആയിരുന്നുവെന്നും ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്നുവെന്നും ക്ലാസ് ലീഡർ ആയിരുന്നുവെന്നും നാഗസൈരന്ധ്രി ഓർത്തെടുത്തു. താൻ മിടുക്കിയായിരുന്നുവെന്നും കഥയും കവിതയുമെല്ലാം എഴുതാറുണ്ടായിരുന്നുവെന്നും ടീച്ചർമാർക്കും തന്നെ ഇഷ്ടമായിരുന്നുവെന്നും അവർ പറഞ്ഞു. കൂട്ടുകാർക്കിടയിൽ ഒച്ചയും ബഹളവും വെച്ച് നടന്നിരുന്ന താൻ പുറത്തിറങ്ങിയാൽ വളരെ അടക്കവും ഒതുക്കവുമുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു താനെന്നും തന്റെ കോളേജിലെ കുട്ടികളെ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നത് താനാണെന്നും കാരണം തനിക്ക് മാത്രമാണ് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നതെന്നും അവർ പറഞ്ഞു. അവർ ടിക്കറ്റ് എടുത്ത് തരുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ കയറില്ലായിരുന്നു. ലൈബ്രറി, അമ്പലം, പള്ളി, പ്രഭാഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് താൻ സമയം ചെലവഴിച്ചിരുന്നത്. ക്ലാസ്സിൽ കയറിയാൽ തന്നെ ചിത്രം വരയ്ക്കുകയോ കവിത എഴുതുകയോ മറ്റും ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാവരുടെ ഉള്ളിലും ആത്മീയതയുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും കൊയ്ത്ത്, ചവിട്ട്, മെതി, അഡ്വക്കേറ്റ് ക്ലർക്ക്, തയ്യൽ, മെഴുകുതിരി നിർമ്മാണം, ചിത്രരചന പഠിപ്പിക്കൽ,
ബാലെ തുടങ്ങിയ എല്ലാ ജോലികളിലും ചെയ്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. വയ്യാതെ കിടക്കുന്നവരെ ശുശ്രൂഷിക്കാറും പോയിട്ടുണ്ട്. ഓർമ്മക്കുറവ് വന്നതോടെ ജോലി ചെയ്യുന്നത് നിർത്തിയെന്നും അവർ പറയുന്നു. തന്നെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്നാലും താനെല്ലാം പോസിറ്റീവായി കാണുമെന്നും ഇന്ന് കാണുന്ന നാഗസൈരന്ധ്രിയായി താൻ മാറിയതിന് കാരണം തന്റെ ചിന്തകളാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒരു സമയം വരെ അയൽവാസികൾക്കെല്ലാം തന്നെ ഇഷ്ടമായിരുന്നു. എന്നാൽ പിന്നീട് ഇടക്കാലത്ത് അവർ ഒരു കാരണവുമില്ലാതെ തന്നെ വെറുക്കാൻ തുടങ്ങി. തനിക്ക് ഭ്രാന്താണെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സങ്കടമായി. തന്നെ വീട്ടിൽ കയറി വെട്ടണം, കൊല്ലണം എന്നൊക്കെ അവർ പറയുമായിരുന്നു. എല്ലാവരും കൂട്ടുകൂടിയാണ് ഇതിനെല്ലാം വന്നതും പ്ലാൻ ഇട്ടതും. പോലീസ് കേസും വഴക്കെല്ലാമായി. അത് കുടുംബത്തെ വരെ ബാധിച്ചു. താൻ എപ്പോഴും തന്നിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നയാളാണ്. അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ചൊന്നും സംസാരിക്കാത്തതെന്നും അവർ കൂട്ടിച്ചേർത്തു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കുറിപ്പും നാഗസൈരന്ധ്രി തന്നെ തുറന്നു പറഞ്ഞ ജീവിതാനുഭവങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ദിവ്യരാജൻ എന്ന യുവതിക്ക് കഠിനാധ്വാനം നിറഞ്ഞതും പ്രതിസന്ധികൾ നിറഞ്ഞതുമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. ശാസ്ത്രജ്ഞയാകാൻ മോഹിച്ച ഒരു മിടുക്കി പെൺകുട്ടി ജീവിതത്തിന് കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾക്കൊടുവിൽ സമൂഹത്തിന്റെ പരിഹാസത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും ആശ്വാസം കണ്ടെത്തിയത് നാഗസൈരന്ധ്രി എന്ന സ്വയം നിർമ്മിച്ച ഒരു സ്വത്വത്തിലൂടെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ വാക്കുകളിൽ താൻ നേരിട്ട കഷ്ടപ്പാടുകൾക്കിടയിലും എല്ലാം പോസിറ്റീവായി കാണാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ടെങ്കിലും അയൽക്കാരുടെ വെറുപ്പും ഭ്രാന്തിയൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാക്കിയ വേദനയും അതിൽ വ്യക്തമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടിച്ചേർന്ന് ഒരു വ്യക്തിയെ സാമൂഹിക ശ്രദ്ധ നേടുന്ന എന്നാൽ പലപ്പോഴും പരിഹാസത്തിനിരയാക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചതിന്റെ കഥയാണ് ദിവ്യരാജൻ എന്ന നാഗസൈരന്ധ്രിയുടേത്.